നമസ്കാരം. ബഡ്ഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ബഡ്ഡിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇന്നെനിക്ക് കിട്ടിയ ഒരു കമ്പാണ്, പ്ലാവിൻ്റെ കമ്പാണ്. ഈ കമ്പിൽ നിന്ന് ഞാൻ മുകളിൽ അടർത്തിയെടുക്കുന്നത് കാണിച്ചു തരാം. ഞാൻ മുകളിലും താഴെയും വരഞ്ഞ് 2 സൈഡിലും കത്തി കൊണ്ട് വരഞ്ഞ് ഇലഞ്ഞെട്ടിൽ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ മുകുളം ഈസിയായിട്ട് അടർന്നു പോരുന്നുണ്ട്. അതായത് നീളത്തിൽ മുറിവുണ്ടാക്കുന്ന ഭാഗങ്ങളിൽ കത്തി ഉപയോഗിച്ച് നമുക്ക് ഈ കമ്പിൽ കത്തി ഉപയോഗിച്ച് തോല് പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾക്കിവിടെ നന്നായിട്ട് വേനൽ മഴ കിട്ടുകയും ആ ഭൂമിയിലുള്ള ജലാംശം ഈ പ്ലാവ് വലിച്ചെടുത്ത് അതിൻ്റെ തോലിനടിയിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ജലലഭ്യതയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ മാതൃവൃക്ഷം തിരഞ്ഞെടുത്ത് അതിൽ നല്ല ആരോഗ്യമുള്ള കമ്പുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ മുകുളം അടർത്തിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് മാതൃവൃക്ഷം തിരഞ്ഞെടുത്തിട്ട് ആ മാതൃവൃക്ഷം നന്നായിട്ട് നനച്ചു കൊടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വേനലിൽ കമ്പെടുക്കുമ്പോൾ നന്നായിട്ട് 2-3 ദിവസം നനച്ചു കൊടുത്ത് അതിനുശേഷം കമ്പെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഈസിയായിട്ട് നമുക്ക് മുകുളം അടർത്തിയെടുക്കാൻ സാധിക്കും. കത്തി ഉപയോഗിച്ച് തോല് പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മുകുളത്തിന് ചതവ് വരാനും അതുവഴി ബഡ്ഡിങ് ഫെയിലിയർ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സക്സസ് റേറ്റ് കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല നനവുള്ള സ്ഥലങ്ങളിൽ നിന്ന് കമ്പുകൾ ശേഖരിക്കാം. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഞാൻ ബഡ്ഡിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേപ്പാണ്, ബഡ്ഡിങ് ടേപ്പ്. ബഡ്ഡിങ് ടേപ്പ്, ഗ്രാഫ്റ്റിംഗ് ടേപ്പ്, അങ്ങനെ പല പേരുകളിൽ ഈ സാധനം അറിയപ്പെടുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നാടയാണ്. ഇത് നമുക്ക് കടകളിൽ ഏകദേശം 450 രൂപ കിലോ റേഞ്ചിൽ നമുക്ക് വാങ്ങുവാൻ കിട്ടും. വളരെ തിന്നായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് നാടയാണിത്. ഇത് നന്നായിട്ട് സ്ട്രെച്ച് ആവും. അതായത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഒരു നൂല് പോലെ ഇത് വലിഞ്ഞു വരും. അപ്പോൾ ഈ ടേപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബഡ് ചെയ്ത ഭാഗം നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വയ്ക്കുവാനും അതേപോലെ നമുക്കത് ടേപ്പ് അവസാനം വള്ളി പോലെ വലിച്ചു നീട്ടിയിട്ട് നമുക്കത് ചുറ്റിക്കെട്ടി ഉറപ്പിച്ച് വയ്ക്കാനെല്ലാം ഈ ടേപ്പ് ഉപയോഗിച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ബഡ്ഡിങ് ചെയ്യുന്നത് കൊണ്ട് ഞാനിത് കടയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. ഇത് വാങ്ങിയ കട തൃശ്ശൂരുള്ള ഒരു കടയാണ്. ഈ ടേപ്പ് നഴ്സറികളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ അന്വേഷിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ നീളം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതൊരു 1 അടി നീളമുണ്ട്. ഈ പ്ലാസ്റ്റിക് നാടയുടെ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ച് വീതിയാണ്. ഈ നാട മുഴുവനായിട്ട് വലിച്ചു നീട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 6 അടിയോളം നീളത്തിലേക്ക് ഇത് വലിഞ്ഞ് നീണ്ടു വരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചുറ്റി വള്ളി പോലെ ആക്കിയിട്ട് ചുറ്റി കെട്ടാനായിട്ട് വളരെ സഹായകരമാണ് ഈ നാട. ഇനി സ്ഥിരമായിട്ട് ബഡ്ഡിങ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ 1-2 ബഡ്ഡിങ് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്കോ ഇത് വാങ്ങുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ ബ്രെഡ് കൊണ്ടുവന്ന കൂട് അത് ഉപയോഗിക്കാം. അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് പെയിൻ്റ് ഇല്ലാത്ത ഭാഗം നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അത് ബഡ്ഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, ഇതിൻ്റെ ഉള്ളിൽ എണ്ണമയമോ അതുപോലെയുള്ള കെമിക്കലോ ഒന്നുമില്ല എന്ന് ഉറപ്പിക്കണം. അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കടകളിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് കൂട്, പ്ലെയിൻ പ്ലാസ്റ്റിക് കൂടുണ്ട്. അത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബഡ് ചെയ്യാൻ ഉപയോഗിക്കാം. അടുത്തതായി നമ്മൾ അടർത്തിയെടുത്ത ബഡ് നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ എങ്ങനെ വച്ച് പിടിപ്പിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ബഡ് എടുക്കാൻ ഉണ്ടാക്കിയതുപോലെ ദീർഘചതുരാകൃതിയിൽ മുറിവുണ്ടാക്കിയിട്ട് അവിടെ നിന്നുള്ള തോല് ആദ്യം അടർത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ
ബഡ് എടുക്കാൻ ചെയ്തതുപോലെ തന്നെ താഴെയും മുകളിലും വരഞ്ഞിട്ട് അത് തമ്മിൽ യോജിപ്പിച്ച് നമ്മൾ ആ തോൽ അവിടുന്ന് അടർത്തിയെടുക്കണം. അതിനുശേഷം നമ്മളെടുത്ത ബഡ് ഈ തോലെടുത്ത ഭാഗത്തിനുള്ളിൽ വരത്തക്ക വിധം നമ്മൾ പ്ലേസ് ചെയ്യണം. നമ്മളെടുത്ത ബഡിൻ്റെ നീളമോ വീതിയോ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ പൊളിച്ചു മാറ്റിയ തോലിനേക്കാളും കൂടുതലാണെങ്കിൽ കത്തി ഉപയോഗിച്ച് അത് ചെത്തി ചെറുതാക്കി കൃത്യമായിട്ട് തോലെടുത്ത ഭാഗത്തിൻ്റെ ഉള്ളിൽ ബഡ് വരത്തക്ക രീതിയിൽ വയ്ക്കണം. നമ്മൾ എടുക്കുന്ന ബഡ് നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് എടുക്കുന്ന തോലിൻ്റെ ഏകദേശം അതേ നീളവും വീതിയാണെങ്കിൽ കൂടെ കുഴപ്പമില്ല. ആ ബഡ് തോലിൽ റൂട്ട് സ്റ്റോക്കിൽ തോലിൽ മുട്ടിയിരുന്നു എന്ന് വെച്ച് കുഴപ്പമില്ല, അത് സക്സസ് ആയിക്കോളും ബഡ്. ഇനി നമ്മളെടുക്കുന്ന ബഡിൻ്റെ നീളവും വീതിയും റൂട്ട് സ്റ്റോക്കിൽ നിന്ന് നമ്മളെടുക്കുന്ന തോലിനേക്കാളും വളരെ കുറവാണെങ്കിലും കുഴപ്പമില്ല, ഇതും സക്സസ് ആവുന്ന ഒരു രീതിയാണ്. തീരെ ചെറിയ ബഡ് ചിലപ്പോൾ സക്സസ് ആവാൻ ചാൻസ് ഇല്ല, അപ്പോൾ തീരെ ചെറുത് ഒഴിവാക്കുന്നതായിരിക്കും ബുദ്ധി. ഇനി നമ്മളെടുക്കുന്ന റൂട്ട് സ്റ്റോക്കിൽ നിന്ന് എടുക്കുന്ന തോലിനേക്കാളും വലിയ ബഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ മുകുളം വലിയ മുകുളമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ച് നമ്മൾ കെട്ടിയാൽ സക്സസ് ആവാൻ ചാൻസ് കുറവാണ്, പെട്ടെന്ന് അത് ചീഞ്ഞു പോകും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മുകുളം നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് എടുത്ത തോലിൻ്റെ അതേ സൈസിൽ ചെത്തി റെഡിയാക്കിയിട്ട് ആ തോലെടുത്ത ഭാഗത്തിനുള്ളിലാക്കി വെക്കണം. നമ്മൾ ഈ ബഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു സൈഡോ അല്ലെങ്കിൽ മേൽഭാഗമോ താഴെ ഭാഗമോ ഒരു സൈഡോ ആ തോലിന് വെളിയെ നിൽക്കരുത്. തോലിൽ മുട്ടി നിന്നു വെച്ച് കുഴപ്പമില്ല, തോലിന് വെളിയെ പോയി കഴിഞ്ഞാൽ ആ ഭാഗം പെട്ടെന്ന് ചീഞ്ഞു പോവുകയും അവിടെ നിന്ന് ആ ബഡ് മൊത്തമായിട്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബഡ്ഡിങ് ചെയ്യുമ്പോൾ പലരും അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നമാണ് മുകുളം റൂട്ട് സ്റ്റോക്കിൽ വെച്ചിട്ട് നാട ഉപയോഗിച്ച് കെട്ടുമ്പോൾ ആ മുകുളം തെന്നി മാറിപ്പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ തെന്നി മാറിപ്പോകുന്ന മുകുളം നേരെയാക്കാൻ ശ്രമിക്കേണ്ട. ആ മുകുളം നമ്മളെടുത്ത തോല് എടുത്ത ഭാഗത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ബഡ് സക്സസ് ആകും. അത് നമ്മൾ തിരിച്ച് അഴിച്ചെടുത്ത് നേരെയാക്കി വെക്കേണ്ട ആവശ്യമില്ല. തോലില്ലാത്ത ഭാഗങ്ങളിൽ വളരെ പെട്ടെന്ന് ഒരു 10-14 ദിവസം കൊണ്ട് തോല് വളർന്നു കയറുകയും ആ തോല് മുകുളവുമായിട്ട് യോജിച്ച് വളരെ പെട്ടെന്ന് ബഡ് സക്സസ് ആവുകയും ചെയ്യും. അപ്പോൾ പ്ലാവിൻ്റെ തോലെല്ലാം പെട്ടെന്ന് വളർന്നു കയറുന്ന ഒന്നാണ്. നമ്മൾ മുകുളം എടുത്ത് അഴിച്ചെടുത്ത് തിരിച്ച് നേരെയാക്കി വയ്ക്കാൻ ശ്രമിച്ചാൽ അത് പിന്നീട് ആ പ്രോസസ്സ് ഡിലേ ആകാനും അതുവഴി ബഡ് ഫെയിലിയർ ആവാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം, എടുത്ത മുകുളം റൂട്ട് സ്റ്റോക്കിൽ എങ്ങനെ വെക്കണമെന്ന്. ഞാനിവിടെ റൂട്ട് സ്റ്റോക്കിന് പകരമായി എടുത്തിരിക്കുന്നത് ഒരു പ്ലാവിൻ്റെ കമ്പാണ്, നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി എടുത്തതാണ്. റൂട്ട് സ്റ്റോക്കിൽ ചെയ്യുന്നതും ഇതിൽ ചെയ്യുന്നതും ഒരേപോലെ തന്നെ. നമ്മൾ റൂട്ട് സ്റ്റോക്ക് എടുത്താൽ അതിൽ കൂടുതലുള്ള ഇലകൾ ആദ്യം തന്നെ നീക്കം ചെയ്ത് കളയണം. ഈ ബഡ് ചെയ്യുന്ന ഭാഗത്ത് വെയിലടിക്കണം, അതിനു വേണ്ടിയിട്ട് അതിന് തടസ്സമായി നിൽക്കുന്ന ഇലകൾ, കൂടുതലായി നിൽക്കുന്ന ഇലകൾ നമ്മൾ ആദ്യം തന്നെ റിമൂവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബഡ് ചെയ്യേണ്ട ഭാഗം തിരഞ്ഞെടുത്ത് അതിൽ ദീർഘചതുരാകൃതിയിൽ ഒരു കഷ്ണം തോല് എടുത്ത് കളയണം. ഈ തോലെടുക്കുന്നതിൻ്റെ പ്രോസസ്സ് നമ്മൾ ബഡ് എടുത്ത് അതേ പ്രോസസ്സ് തന്നെയാണ്. മുകളിലും താഴെയും മുറിവുകളുണ്ടാക്കി 2 സൈഡിലും മുറിവുണ്ടാക്കിയിട്ട് തോലെടുക്കുക. ഞാനിതിനകത്ത് മുകളിലും താഴെയും അതിൻ്റെ ഒരു സൈഡിലും കൂടെയാണ് മുറിവുണ്ടാക്കിയത്, മറ്റേ സൈഡിൽ മുറിവുണ്ടാക്കിയിട്ടില്ല. നമുക്കത് അല്ലാതെ തന്നെ പൊളിച്ച് കിട്ടുന്നുണ്ട് തോല്. അപ്പോൾ ഈ തോല് പെട്ടെന്ന് പൊളിഞ്ഞു പോരാതെ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടിരിക്കണം. കാരണം നമുക്ക് പകുതി പൊളിച്ചിട്ട് തോല് പകുതി പൊളിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ളത് പൊളിക്കാനൊരു എളുപ്പമുള്ള ഒരു ഘട്ടത്തിൽ നിർത്തിയിട്ട് നമുക്ക് പോയി ബഡ്വുഡിൽ നിന്ന് മുകുളം എടുത്ത് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിർത്തുന്നതിന് വേണ്ടി, എളുപ്പം കിട്ടുന്നതിന് വേണ്ടി ഒരു സൈഡിൽ മാത്രം മുറിവുണ്ടാക്കും, താഴെയും മുകളിലും ഒരു സൈഡിലും കൂടെ മുറിവുണ്ടാക്കിയിട്ട് പതിയെ ആ തോല് പൊളിച്ച് പകുതി ഭാഗം എത്തി നിർത്തിയിട്ട് നമ്മൾ മുകുളം എടുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ബഡ്വുഡിൽ എടുക്കുന്ന മുകുളം അത് മുളയ്ക്കാത്ത മുകുളമായിരിക്കണം.
നിങ്ങൾക്ക് കാണാം ഇത് മുളച്ചതാണ്, ചെറിയ തോതിൽ മുളച്ചു തുടങ്ങിയ മുകളമാണ്. അങ്ങനെയുള്ള മുകളങ്ങൾ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് മുളയ്ക്കാത്ത ആരോഗ്യമുള്ളൊരു മുകളം നോക്കി നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുകളം എടുത്ത് എത്രയും പെട്ടെന്ന് റൂട്ട് സ്റ്റോക്കിൽ ഇത് പ്ലേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മുകളം എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത്, ആ തോലിൻ്റെ അടിഭാഗത്തൊരു ചെറിയ നനവുണ്ടാകും. ആ മോയ്സ്ചർ, ആ നനവ് പോയി കഴിഞ്ഞാൽ മുകളം പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. അതേപോലെ തന്നെ ഒരു നനവ് റൂട്ട് സ്റ്റോക്കിലും ഉണ്ടാവും. അപ്പോൾ ഈ നനവ് പരമാവധി നമ്മൾ നിലനിർത്തിക്കൊണ്ട് ബഡ്ഡിങ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ നിന്നുള്ള തോല് പകുതി പൊളിച്ചു വച്ചിരിക്കുന്നത്. അതിനുശേഷം മുകളം കട്ട് ചെയ്തെടുത്ത് 4 ഭാഗവും ചെത്തി വൃത്തിയാക്കി ആ കൂടുതലുള്ള ഇലഞ്ഞെട്ടിൻ്റെ ഭാഗവും കളഞ്ഞ് മുകളം റെഡിയായ ശേഷം ഉടനെ തന്നെ നമുക്ക് റൂട്ട് സ്റ്റോക്കിൽ നിന്നുള്ള തോല് പൊളിച്ചു മാറ്റി മുകളം അതിൽ വെച്ച് പ്ലാസ്റ്റിക് നാട കൊണ്ട് ചുറ്റി ബഡ്ഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രോസസ്സിൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി, അതായത് ഈ മുകളം എടുത്ത് ഇത് ഓപ്പൺ എയറിലിരിക്കുന്ന ആ സമയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പകുതി പൊളിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളത് മുകളം റെഡിയാണ്. പകുതി പൊളിച്ചു വെച്ചിരിക്കുന്ന റൂട്ട് സ്റ്റോക്കിൽ പൊളിച്ചു വെച്ചിരിക്കുന്ന തോല് എടുത്തു മാറ്റി ഉടനെ തന്നെ നമ്മൾ മുകളം പ്ലേസ് ചെയ്ത് അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് ടേപ്പ് കൊണ്ട് ചുറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എടുത്ത മുകളം റൂട്ട് സ്റ്റോക്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. റൂട്ട് സ്റ്റോക്കിൽ നിന്ന് എടുത്ത തോലിൻ്റെ ഏകദേശം നടുഭാഗം കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും കുഴപ്പമില്ല. റൂട്ട് സ്റ്റോക്കിലുള്ള തോലിൻ്റെ മുകൾ ഭാഗത്ത് മുകളം വരാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ടേപ്പ് ചുറ്റുകയാണ്, പ്ലാസ്റ്റിക് ടേപ്പ്. അത് ചുറ്റുന്നത് ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ഒരു ചുറ്റ് ഈ മുകളത്തിൻ്റെ മുകളിൽ വരണം. നമ്മളത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. ആ ടേപ്പ്, പ്ലാസ്റ്റിക് ടേപ്പ് കുറച്ച് നീളത്തിൽ റൂട്ട് സ്റ്റോക്കിൻ്റെ അടിഭാഗത്തുകൂടെ എടുത്ത് നമ്മൾ മുകളം താഴെ വീണ് പോകാതെ സൂക്ഷിച്ച് അതിൻ്റെ മേലേക്ക് ആ പ്ലാസ്റ്റിക് ടേപ്പ് വെച്ച് കൊടുക്കണം. ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് 1-2 പ്രാവശ്യം ചെയ്ത്, കുറച്ച് പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ആയാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ പ്ലാസ്റ്റിക് ടേപ്പ് ആദ്യത്തെ വയ്ക്കുന്നത് പ്രോപ്പറാണെങ്കിൽ ഈ മുകളം മൂവ് ആകാതെ നമുക്ക് അത് സംരക്ഷിക്കാൻ സാധിക്കും. ഫസ്റ്റ് വെച്ച് ആദ്യത്തെ റൗണ്ട് നന്നായിട്ട് വലിച്ചങ്ങ് ചുറ്റി കഴിഞ്ഞാൽ പിന്നീട് ആ മുകളം സൈഡിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ മൂവ് ആവില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റൗണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വലിച്ച്, ടേപ്പ് നന്നായിട്ട് വലിച്ചിട്ട് ചുറ്റിയെടുക്കണം. ചുറ്റിയെടുക്കുമ്പോൾ അത് അഴിഞ്ഞു പോകാതെ നമ്മൾ ഒരു വിരൽ കൊണ്ട് പിടിച്ച് ചെയ്യണം. ഇത് നമുക്ക് പ്രാക്ടീസ് വേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. ഒരു റൗണ്ട് വിട്ടിട്ട് നമ്മൾ ആ ഫിംഗർ ഉപയോഗിച്ച് പിടിക്കണം ടേപ്പ്. അതിനുശേഷം അപ്പുറ സൈഡിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് ഒന്നുകൂടെ വലിച്ച് ചുറ്റണം. അപ്പോൾ ഇങ്ങനെ വലിച്ച് നാട ചുറ്റി അതൊന്ന് ആ മുകളൊന്ന് ഉറപ്പിച്ച ശേഷം നമ്മളിത് ടേപ്പ് താഴെ ഭാഗത്തേക്ക് ചുറ്റി കൊണ്ടുപോകും. അതിനുശേഷം ആ ടേപ്പ് മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് എടുത്ത മുറിവുണ്ടാക്കിയ ഭാഗം മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ടേപ്പ് ചുറ്റിയെടുത്ത് മുകൾ ഭാഗത്ത് വലിച്ച് പ്ലാസ്റ്റിക് നാട നന്നായിട്ട് വലിച്ച് നൂല് പോലെ ആക്കിയിട്ട് ചുറ്റി കെട്ടി അവസാനിപ്പിക്കും. ഇങ്ങനെ കെട്ടുമ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള ഒരു ഹെൽപ്പാണ് ചെയ്യുന്നത്. അതായത് ആ ടേപ്പ് നന്നായിട്ട് വലിച്ച് ചുറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങത്തില്ല. പ്ലസ് ഇതൊരു ട്രാൻസ്പെറൻറ്റ്, അതായത് സൂര്യപ്രകാശം കടത്തി വിടുന്നൊരു ടേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈ ബഡ് ചെയ്ത ഭാഗത്ത് ചെറിയ തോതിൽ വെയിലടിക്കുന്നതിനും സഹായിക്കും. അപ്പോൾ നമ്മൾ ബഡ് ചെയ്ത് എപ്പോഴും വെയിലത്ത് വയ്ക്കണം. അതായത് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്ത് എപ്പോഴും വെയിലടിക്കുന്ന ഭാഗത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ നല്ല വേനൽക്കാലമാണെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലോ നല്ല തണൽ കിട്ടുന്ന ഭാഗത്ത് രാവിലെ വൈകിട്ട് ഒരു മണിക്കൂർ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ബഡ് ചെയ്ത ഭാഗത്ത് വെയിലടിക്കുന്ന രീതിയിൽ വയ്ക്കണം. വെയിലില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ
നമുക്ക് തണലത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓപ്പണായ സ്ഥലങ്ങളിൽ വെച്ചാൽ നമുക്ക് ഈ ബഡ് സക്സസ് ആയി കിട്ടും. ബഡ് ചെയ്ത ഭാഗത്ത് ചെറിയ തോതിൽ വെയിലടിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ബഡ് ചെയ്ത് തൈ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമാണ് ബഡ് സക്സസ് ആവുള്ളൂ. ഇനി നമുക്ക് ആ ടേപ്പ് ചുറ്റുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ആ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ മുകുളം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചുറ്റ് ആ മുകുളത്തിൻ്റെ മുകളിൽ വരണം. ആദ്യത്തെ 1-2 റൗണ്ട് ടേപ്പ് ആ മുകുളത്തിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കണം. അതിന് ശേഷം താഴെ ഭാഗത്തേക്ക്, മുകുളത്തിൻ്റെ താഴെ ഭാഗത്ത്, അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെ വേരുള്ള ഭാഗത്തേക്ക് നമ്മൾ ഈ നാട ചുറ്റി കൊണ്ടുവരും. അത് ഈ റൂട്ട് സ്റ്റോക്കിൽ മുറിവ് ഉണ്ടാക്കിയ ഭാഗം നന്നായി കവർ ചെയ്ത് അതിനുശേഷം കുറച്ചുകൂടെ താഴത്തേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത ശേഷം അവിടെ നിന്ന് മുകളിലേക്ക് തിരിച്ച് ചുറ്റി നമ്മൾ ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് കെട്ടി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് അല്ലാതെ വേറെ രീതിയിലും മുകുളം പ്ലേസ് ചെയ്യുന്നതും ബഡ് ടേപ്പ് ചുറ്റുന്നതുമായ ഒത്തിരി അധികം എക്സാമ്പിൾസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് പ്രായോഗികമായിട്ടും തോന്നിയതൊരു രീതി ഇതാണ്. കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയ ഒരു രീതി ഇതാണ്. ഞാനതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു രീതി തുടങ്ങി ആദ്യം ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ തുടങ്ങാം. കൂടുതൽ എക്സാമ്പിൾസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഈ ടേപ്പ് ചുറ്റുമ്പോൾ എപ്പോഴും രണ്ടാമത് ചുറ്റുന്ന ലെയർ അതിന് തൊട്ട് മുമ്പ് ചുറ്റിയ ലെയറിൻ്റെ മുകളിൽ കൂടി ചുറ്റിയെടുക്കണം. അതായത് പകുതി ഒരു ഭാഗം അതിന് മുമ്പ് ചുറ്റിയ ടേപ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റിയെടുക്കണം. ഇപ്പോൾ ആ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ചുറ്റിയ ലൈനിൻ്റെ മുകളിലൂടെ ചുറ്റുന്ന ഭാഗത്തിനാണ് ആ ഡോട്ടഡ് ലൈൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നന്നായിട്ട് വലിച്ചു നീട്ടി ചുറ്റി കെട്ടി ഈ കെട്ട് അവസാനിപ്പിക്കാം. ഇനി അത് നമുക്ക് തണലിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ തോതിൽ വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബഡ് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബഡ് ചെയ്യുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് റിപ്പീറ്റഡ് പ്രോസസ്സാണ്. നിങ്ങൾക്കത് കെട്ടുന്നതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഈ തോലുകൾ എടുത്തിട്ട്, അതായത് റൂട്ട് സ്റ്റോക്കിൽ നിന്നുള്ള തോലെടുത്താലും അല്ലെങ്കിൽ ബഡ് വുഡിൽ നിന്നുള്ള മുകുളെടുത്തായാലും അധികം നേരം നമ്മൾ തുറസായ സ്ഥലത്ത് വെച്ചിരിക്കരുത്. കൂടുതൽ നേരം വെച്ചാൽ അത് ബഡ് ഫെയിലിയർ ആകും. നമ്മളത് അതിൻ്റെ ആ ജലാംശം ഉണങ്ങി പോകാനും അങ്ങനെ അതുവഴി ബഡ് ഫെയിലിയർ ആകാനും ചാൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഈ മുകുളം എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൈകൊണ്ട് ഒരിക്കലും തൊടരുത്. നമ്മൾ അതേപോലെ തന്നെ റൂട്ട് സ്റ്റോക്കിൻ്റെ തോലെടുത്തിട്ടും അതിൻ്റെ ആ തോലെടുത്ത ഭാഗത്ത് കൈ കൊണ്ട് ഒരിക്കലും തൊടരുത്. ഇനി ഏതെങ്കിലും കാരണവശാൽ അതിൽ പൊടിയോ മറ്റോ പോയി കഴിഞ്ഞാൽ കത്തിയുടെ മുന ഉപയോഗിച്ച് അത് എടുത്ത് കളയാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ റൂട്ട് സ്റ്റോക്ക് എടുത്ത് തോലെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ തടിയിൽ, ആ കമ്പിൽ കൈ കൊണ്ടൊന്ന് എന്താ പറയുക, ഉരുമിക്കളഞ്ഞാൽ അതിൽ ചില പൊടിയുടെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ഒരു തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ ഈ പൊടി നമ്മൾ ബഡ് ചെയ്യുന്ന ഭാഗത്ത് വീഴാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ അത് റൂട്ട് സ്റ്റോക്ക് എടുത്ത ഉടനെ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബഡിങ് ആരംഭിച്ചാൽ ആ പൊടി തോല് പൊളിച്ച ഭാഗത്ത് വരുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അഥവാ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കത്തി ഉപയോഗിച്ച് എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തെ ബഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ നാട ഉപയോഗിച്ച് ചുറ്റിക്കെട്ടാം. പ്ലാസ്റ്റിക് ടേപ്പ് ആദ്യത്തെ റൗണ്ട് ചുറ്റുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കൈവിരലുകൾ കൊണ്ട് മാറി മാറിയ മുകുളം പിടിച്ച് അത് താഴെ പോകാതെ സേഫായിട്ട് പിടിച്ചിട്ട് വേണം ആദ്യത്തെ റൗണ്ട് ചുറ്റാനായിട്ട്. ആദ്യത്തെ റൗണ്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റി വലിച്ച് കെട്ടണം. അപ്പോൾ ആ മുകുളം അവിടെ സേഫായിട്ട് ഇരുന്നോളും. പിന്നീട് അത് മൂവ് ആകത്തില്ല. വലിച്ച് ഒരു റൗണ്ട് പകുതി ചുറ്റിയിട്ട് നമ്മൾ കൈവിരൽ കൊണ്ട് പിടിച്ച് ടേപ്പ് വിട്ട് അപ്പുറ സൈഡിൽ നിന്ന് തിരിച്ചെടുത്ത് അങ്ങനെയാണത് ചുറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യത്തെ 1-2
ചുറ്റ് മുകുളത്തിൻ്റെ മുകളിൽ നല്ല ടൈറ്റായിട്ട് ചുറ്റിക്കഴിഞ്ഞാൽ മുകുളം അവിടെ പിന്നീട് മൂവ് ചെയ്യാതെ ഇരുന്നോളും. പിന്നീട് താഴെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് താഴത്തെ മുറിവ് കവർ ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ടേപ്പ് അല്പം വലിച്ച് ചുറ്റി കൈവിരൽ കൊണ്ട് പിടിച്ച് അഴിഞ്ഞു പോകാതെ പിടിച്ച് തിരിച്ച് പിന്നെ അപ്പുറ സൈഡിൽ നിന്ന് എടുത്ത് ചുറ്റുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ കൈവിരൽ ഇതിന് പ്രാക്ടീസ് ആവണം. നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ആയാൽ ഇത് പെട്ടെന്ന് സ്പീഡിൽ നമുക്ക് ചുറ്റാൻ പറ്റും. അവസാന ഭാഗത്ത് ടേപ്പ് നന്നായിട്ട് വലിച്ച് നീട്ടി വള്ളി പോലെ ആക്കി ചുറ്റി കെട്ടി മുകളിലൊരു കെട്ടിടുക. 1 2 കെട്ട്. നമുക്കത് ആദ്യത്തെ കെട്ട് സ്ട്രോങ് ആയില്ല അല്ലെങ്കിൽ അഴിഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കെട്ടിയിടാം. ഇങ്ങനെ കെട്ടിയിട്ടാൽ മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് ഒഴിവാകും. അപ്പോൾ നമുക്ക് ഈ ബഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബഡ് ചെയ്ത്. ഇനി നമുക്ക് പ്ലാവ് ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൂട്ട് സ്റ്റോക്കിനെ പരിചയപ്പെടാം. ഇതാണ് റൂട്ട് സ്റ്റോക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റൂട്ട് സ്റ്റോക്കാണ്, പ്ലാന്റാണ്. കഴിഞ്ഞ വർഷം കിട്ടിയ ചക്കയുടെ കുരു പാകി മുളപ്പിച്ചതാണ്. ഈ റൂട്ട് സ്റ്റോക്കിന് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇരുന്ന സ്ഥാനത്ത് കുറേ നാൾ ഇരിക്കുമ്പോൾ അതിൻ്റെ വേര് മണ്ണിലേക്ക് ഇറങ്ങുകയും പിന്നീട് അത് എടുക്കുമ്പോൾ ചെടി വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൂട്ട് സ്റ്റോക്ക് നമ്മൾ ബഡ് ചെയ്യുന്നതിന് കുറച്ച് ഒരു 1-2 ആഴ്ച മുമ്പ് എടുത്ത് അതിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന വേരുകളെല്ലാം കട്ട് ചെയ്ത് കൂടുതലുള്ള ഇലകളും കട്ട് ചെയ്ത് വളരെ കുറച്ച് 3-4 ഇലകൾ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് നമ്മളിത് വേറൊരു സ്ഥലത്ത് തണലത്ത് വെച്ച് ഒരു 2 ആഴ്ച സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും ആരോഗ്യം തിരിച്ചെടുക്കുന്നതും ആ സമയത്ത് നമുക്കിത് ബഡ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതുമാണ്. ഇതങ്ങനെ റൂട്ട് സ്റ്റോക്ക് എടുത്ത് വേര് കട്ട് ചെയ്ത് തണലിൽ വെച്ച് സംരക്ഷിച്ചെടുത്ത റൂട്ട് സ്റ്റോക്കുകളാണിത്. ബഡിങ് സക്സസ് ആവാനായിട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് റൂട്ട് സ്റ്റോക്ക് വാടാതിരിക്കുക എന്നുള്ളത്. നമ്മൾ എടുക്കുന്ന റൂട്ട് സ്റ്റോക്ക് വേര് മുറിഞ്ഞു പോയത് കൊണ്ടോ അല്ലെങ്കിൽ നനയുടെ കുറവ് കൊണ്ടോ ബഡ് ചെയ്ത ശേഷം ഈ റൂട്ട് സ്റ്റോക്ക് ഏതെങ്കിലും കാരണവശാൽ വാടി പോവുകയാണെങ്കിൽ ബഡ്ഡിങ് ഫെയിലിയർ ആകും. അപ്പോൾ വേര് താഴോട്ട് വന്നിരിക്കുന്ന റൂട്ട് സ്റ്റോക്കുകൾ അത് എടുത്ത് കട്ട് ചെയ്ത് വെച്ച് തണലിൽ വെച്ച് സംരക്ഷിച്ചെടുത്ത ശേഷം ബഡ് ചെയ്യാൻ ഉപയോഗിക്കുക. അതുപോലെ ബഡ് ചെയ്ത് വെച്ച റൂട്ട് സ്റ്റോക്കുകൾ തൈകൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും കിട്ടുന്ന കമ്പുകളിൽ, അതായത് പ്ലാവിൻ്റെ കമ്പ് ഇല്ലെങ്കിൽ വളക്കൊന്നയുടെ കമ്പ്, ഇങ്ങനെയുള്ള തൊലി പൊളിഞ്ഞു പോരുന്ന ചെടികളുടെ മരങ്ങളുടെ കമ്പുകളിലെല്ലാം ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കമ്പുകൾ എടുത്തു വച്ചിട്ട് ബഡ്ഡിങ് ആദ്യം പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ബഡ്ഡിങ് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് നല്ലൊരു റൂട്ട് സ്റ്റോക്കിൽ ആദ്യമായിട്ട് ബഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ റൂട്ട് സ്റ്റോക്കിൽ ഇത് ബഡ് ചെയ്യുന്ന രീതിയും ബഡ് ചെയ്ത ശേഷമുള്ള കാര്യങ്ങൾ, അതിന് കൊടുക്കേണ്ട സംരക്ഷണത്തെക്കുറിച്ചും ടേപ്പ് അഴിക്കേണ്ട സമയത്തെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.